സാന്ത്വനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആര്യൻ ചുമടെടുത്ത് നിൽക്കുന്ന സമയത്ത് മിത്ര കാണുന്നുണ്ട്. മിത്ര അങ്ങനെ ആര്യനെ പരിഹസിച്ച് ഇങ്ങനെ കഷ്ടം എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെയും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ആര്യനാണെങ്കിൽ ചുമടെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അപമാനിതനായി നിൽക്കുന്നുണ്ട്. കടയിലാണെങ്കിൽ അച്ഛനും ഉണ്ട്. അച്ഛൻ മക്കളോടൊക്കെ ഒരു തരം ധാർഷ്ട്യത്തോടൊക്കെയാണ് പെരുമാറുന്നത്. ആ സമയത്ത് ബാലൻ വന്ന് ചോദിക്കുന്നത് എന്താടാ നോക്കിക്കണേ, നിനക്ക് റോട്ടിൽ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും, അതൊന്നും കണ്ടിട്ട് നീ നിൽക്കണ്ട, നീ വേഗം ചുമട് ചോക്കടാ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ബാലൻ അപമാനിക്കുന്നുണ്ട്. ആര്യനത് കാണുമ്പോൾ ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് അവള് പറയുന്നുണ്ട്, ആര്യ വിളിച്ച് പറയുന്നുണ്ട്, കഷ്ടം, പണിയെടുക്കാൻ മാത്രം ഉണ്ടായ ഒരു പോത്ത് എന്ന് പറഞ്ഞപ്പോ പോത്ത് നിന്റെ അച്ഛനെണ്ടി എന്ന് ഇവനും വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെ ആ രണ്ടുപേരും വീണ്ടും വഴക്കുണ്ടാക്കാൻ നോക്കുമ്പോ കൂട്ടുകാരി മിത്രനെ വിളിച്ച് വേഗം പോകുന്നു. പിന്നെ കാണിക്കുന്നത് കടയിൽ തന്നെയാണ് രണ്ടുപേരും കൂടെ, ചേട്ടനും അനിയനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആനന്ദിന്റെ ഫോണിലേക്ക് കോള് വരുന്നുണ്ട്. ആ സമയത്ത് ആനന്ദ് പെട്ടെന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റണില്ല, കാരണം നടുവിലാണ് ഇരിക്കുന്നത്. ആ സമയം അച്ഛനും ഉണ്ട് അവിടെ, അനിയത്തിയും ഉണ്ട്. അതുപോലെ തന്നെ ആര്യം പറയുന്നുണ്ട്, ദേ മേനോൻ ഇപ്പൊ മീനാക്ഷി ആകുമ്പോഴത്തേനും വേണമെങ്കിൽ പോയി എടുക്കുന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ബാലൻ ഫോൺ എടുത്ത്, പക്ഷെ ഭാഗ്യത്തിന് ഫോൺ കട്ടാവുന്നുണ്ട്. ആരടാ ഈ മേനോൻ ഞാനറിയാത്തതെന്ന് പറഞ്ഞപ്പോൾ അതച്ഛാ നമുക്ക് ഗോതമ്പ് പൊടി തരണ ആ മേനോൻ സാർ എന്ന് പറഞ്ഞു, മേനോൻ ചേട്ടൻ എന്ന് പറഞ്ഞപ്പോ അയ്യോ ഞാൻ കാതുകുത്ത് കല്യാണം ആളെ വിളിക്കാൻ മറന്നു പോയല്ല. ഇനിയിപ്പോ കട്ടായി രണ്ടാമത് ആൾ വിളിച്ചു നോക്കുമ്പോൾ ഫോൺ കിട്ടുന്നില്ല. എന്താ കിട്ടാത്തതെന്ന് വെച്ചപ്പോൾ ചില കംപ്ലൈന്റ് ഉണ്ട്, നെറ്റ്വർക്ക് കംപ്ലൈന്റ് ആവും എന്ന് പറയുന്നു. എന്നാ പിന്നെ നേരിട്ട് ക്ഷണിക്കാന്ന് പറഞ്ഞു. ആ സമയത്ത് മോള് വാച്ചാ പോക കോളേജിലേക്ക് എന്ന് പറഞ്ഞു. ആ ശരി, നിന്റെ സമയം കളയുന്നില്ല എന്ന് പറഞ്ഞ് മോളെയും കൊണ്ട് ബാലൻ പോകുന്നുണ്ട്. ആ സമയത്ത് ആര്യം പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് കോളേജിൽ പോകണം, നീ തിരുമ്പ് കഴിഞ്ഞിട്ട് പോയാലും കുഴപ്പമൊന്നും സംഭവിക്കാൻ പോണില്ല, നീ ആ പണി എടുത്തിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് പറയുന്നു. ആ സമയത്ത് വീണ്ടും ഫോൺ വരുന്നുണ്ട്. വീണ്ടും ഫോൺ വരുമ്പോ ആനന്ദ് ഫോൺ എടുക്കുന്നുണ്ട്. എവിടെയായിരുന്നു ഫോൺ എടുക്കാൻ, എന്റെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോന്നൊക്കെ ചോദിക്കുമ്പോ ഇന്ന് നിന്റെ പിറന്നാളാണല്ലേ എന്ന് വെച്ചപ്പോ അല്ല. എന്നാ പിന്നെ നമ്മൾ സ്നേഹിച്ചിട്ട് 2 വർഷം തികയുന്ന ദിവസമാണെന്ന് പറഞ്ഞപ്പോ അതൊന്നല്ല, ഇന്ന് എനിക്ക് ജോലി കിട്ടി ജോയിൻ ചെയ്യുന്ന ദിവസം എന്ന് പറഞ്ഞപ്പോൾ അത് ശരി ഞാൻ മറന്നുപോയി, ഇതിനൊരു പണിഷ്മെന്റ് ഉണ്ട്, അരമണിക്കൂറിനുള്ളിൽ നീ ബസ് സ്റ്റോപ്പിലേക്ക് വരണം എന്ന് പറഞ്ഞപ്പോ അരമണിക്കൂറോ, കടയിൽ ആളില്ല. അപ്പൊ രാമേട്ടനോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രാമേട്ടനൊന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, വരണമെന്ന് പറയുന്നത്. പെട്ടെന്ന് ആര്യം പറയുന്നുണ്ട്, ചേട്ടൻ പൊക്കോ ഞാനുണ്ടല്ലോ. അത് ശരി, ആര്യൻ അവിടെ ഉണ്ടോ, എന്നാ വേഗം വായോ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നത് മീനാക്ഷിന്, നമ്മുടെ ആകാശിന്റെ കാമുകി, ആകാശല്ല സോറി ആനന്ദിന്റെ കാമുകിന്. അങ്ങനെ പിന്നെ ആ വീടിന് കാണിക്കുന്നത്, ആ വീട്ടില് അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കണം, മോൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥ ആയതുകൊണ്ട്. അങ്ങനെ ഇപ്പൊ നമ്മുടെ മീനാക്ഷി പറയുന്നുണ്ട്, എനിക്ക് ഒരു ബിസിനസ്സുകാരനാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ അതൊന്നും പറ്റില്ല, ബിസിനസ് ഒക്കെ ഏത് നിമിഷവും പൊട്ടാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവര് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഗോമതിയുടെ വീടിന്. അമ്മ ഇങ്ങനെ എന്തോ ആലോചിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇളയ ആങ്ങള ധർമ്മം വന്ന് ചാടുന്നുണ്ട് മുന്നില്. നീയോ എന്നെ പേടിപ്പിച്ചല്ലോ എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്റെ അമ്മനെ കാണാൻ വന്നാണ്, ഏട്ടന്മാരൊന്നും ഇല്ലാത്ത നേരം നോക്കിയാൽ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ എന്റെ അമ്മനെ കാണാൻ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ രണ്ടാമത്തെ ഏട്ടൻ പിന്നിൽ വന്ന് നിൽക്കുന്നുണ്ടാവും. അമ്മ പറയും പിന്തിരിഞ്ഞ് നോക്കടാ, പിന്തിരിഞ്ഞ് നോക്കുന്ന് പറയുന്നുണ്ട്. അമ്മര് പേടിയാണ്, അമ്മയ്ക്ക് എന്താ അപസ്മാരം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ധർമ്മനും കാണും, ദൈവം ഈ കാറ് കാണണ്ടായപ്പോ ഞാൻ വിചാരിച്ചു ഇവർ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞ് മൂത്ത ചേട്ടനെ വിളിച്ചു വരുത്തുന്നുണ്ട്. എന്താണ് ഇവിടെ ബാലന്റെ വീട്ടിലൊരു കാറ്റ് പോലും ഇങ്ങോട്ട് വീശരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്റെ അമ്മനെ കാണാൻ അനുവാദം വേണ്ടെന്ന് പറഞ്ഞു. ബാലന്റെ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ ബാലന്റെ വീട്ടിൽ താമസിച്ചാൽ മതി, ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് എന്റെ അമ്മനെ കാണാൻ വരാണ്ട് പറ്റില്ല, ഞാൻ വരും, ഞാൻ ആ വീട്ടിൽ താമസിക്കാൻ കാരണം നിങ്ങളല്ലേ എന്ന് വെച്ചപ്പോൾ ഉറ്റവരെ കൂടപ്പുറപ്പുകളൊക്കെ വിട്ടുപോയ ആ പെങ്ങളുടെ വീട്ടിൽ പോയി നീ ചോറുണ്ടിട്ടല്ലേടാ പെങ്ങളെ കണ്ട് ഭക്ഷണം കഴിച്ച് വന്നത് കൊണ്ടല്ലേ നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ ഞാൻ അവിടെ ചെന്നപ്പോ ചേച്ചി എന്നോട് ചോറുണ്ണാൻ പറഞ്ഞു, ഞാനുണ്ട്. അപ്പൊ രണ്ടാമത്തെ ആങ്ങളെ ഭാര്യ പറയുന്നുണ്ട്, ഗോമതിയുടെ ഭക്ഷണം ആരും കഴിച്ചു പോകും, എന്താ നീ കഴിച്ചിട്ടുണ്ടോന്ന് ചോദിക്കും. ഞാൻ കഴിച്ചിട്ടില്ല, മണം കേട്ടാൽ അറിയാലോ എന്നൊക്കെ പറഞ്ഞു. അവർക്ക് ഭക്ഷണത്തിനോട് ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെയാണ് ഗോമതിയുടെ ഭക്ഷണം ഇഷ്ടം എന്നൊക്കെ പറഞ്ഞത്. എന്തായാലും വന്നത് വന്ന് ഇനി മേലിൽ നീ ഇങ്ങോട്ട് വരരുത് എന്നൊക്കെ പറയുമ്പോ അത് അങ്ങനെ പറഞ്ഞിട്ട് അവര് പോകും. അപ്പൊ മൂത്ത ചേട്ടത്തി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടാ ഈ ഇവരുള്ള ഏട്ടന്മാരുള്ളപ്പോ വന്നത്, നിനക്ക് ഒറ്റയ്ക്ക് അവരില്ലാത്ത നേരത്ത് വന്നാൽ മതിയല്ലോ വെച്ചപ്പോ കാറ് കാണാണ്ടായപ്പോ വന്നാന്ന് പറയുന്നുണ്ട്. കാറ് വർക്ക്ഷോപ്പിലാണ്, നീ ഇരിക്കി, നിനക്ക് ഭക്ഷണം നീ ഗോമതിയുടെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടാവും, എന്നാലും ഇടിയപ്പം ചിക്കൻ കറി ഉണ്ടാന്ന് രണ്ടാമത്തെ ചേട്ടത്തി പറയുമ്പോൾ എനിക്ക് വേണ്ട, ഞാൻ കഴിച്ചിട്ടാണ് വന്നേന്ന് പറയുന്നു.
പിന്നെ അമ്മ ചോദിക്കുന്നുണ്ട് എൻ്റെ മോൾക്ക് സുഖമാണോന്ന് ചോദിച്ചപ്പോൾ അത് ശരി. അപ്പൊ മരുമോള് ചോദിക്കുന്നുണ്ട് ഏട്ടന്മാരുടെ മുന്നിലൊക്കെ വെച്ചിട്ട് കുറ്റം പറയുമല്ലോ തലതെറിച്ചോളെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ പറഞ്ഞാലും അവൾ എൻ്റെ വയറ്റിൽ പിറന്നതവളല്ലേടി, 28 വർഷമായി ഞാൻ എൻ്റെ മോളെ ഒന്ന് ലാളിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് ആ അമ്മ കരയുന്നുണ്ട്. അത് കാണുമ്പോൾ എല്ലാവർക്കും വിഷമാവുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഗോമതിന്. ഗോമതി അടുക്കള ഭാഗത്ത് നിന്ന് കഴിഞ്ഞിട്ട് മീൻ നന്നാക്കുന്നുണ്ട്, ഫോൺ ചെയ്യുന്നുണ്ട്, ആർക്കോ വിളിക്കുന്ന എടുക്കണില്ല. പിന്നീട് ഫോൺ വന്നെടുക്കുന്നുണ്ട്, മകളാണ്, ഏറ്റവും മൂത്ത മകളാണ്. നീ എന്തൊക്കെയായിരുന്നു, എത്ര നേരമായി അമ്മ വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ, കുഞ്ഞുറങ്ങണ നേരത്ത് ഞാൻ സൈലന്റ് ഇട്ടിരിക്കായിരുന്നു അമ്മ, അതാണ് അമ്മ എന്താ വിളിച്ചതെന്ന് ചോദിക്കുന്നു. ഒന്നുമില്ല, വിശേഷങ്ങൾ അറിയാൻ വിളിച്ചതാണ്. അച്ഛനെന്ന് വെച്ചപ്പോ അച്ഛനെ കാതുകുത്ത് കല്യാണം നാട് മുഴുവൻ ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിൽ ലോകം മുഴുവൻ പറഞ്ഞു നടക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഗ്രാൻഡാക്കി നടത്തണം എന്നൊക്കെ. അങ്ങനെ അച്ഛന്റെ കഷ്ടപ്പാടിന്റെ ദുരിതത്തിന്റെയും പൈസയുടെ വിലയൊന്നും അറിയാത്ത ഒരു മോളാണ് അത് എന്ന് മനസ്സിലാവുന്നുണ്ട് അവളുടെ വർത്താനത്തിൽ. ആ സമയത്ത് എല്ലാ കാര്യങ്ങളും അച്ഛനെ പറഞ്ഞേൽപ്പിച്ചിട്ട് ചെയ്യുന്നു. നിങ്ങൾ എപ്പോഴാ വരാന്ന് വെച്ചപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് വരുള്ളൂ, ഹസ്ബൻഡിന്റെ അമ്മ വയ്യാണ്ട് കിടക്കണ കാരണം കൊണ്ട് പുറത്തേക്കൊന്നും അങ്ങനെ അധികം പോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് ഗോമതി മോളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മീൻ നന്നാക്കി കഴിഞ്ഞ് വെള്ളം പെട്ടെന്ന് അപ്പുറത്തേക്ക് ഒഴിച്ചത് ആങ്ങളമാര് വരുന്ന വഴിയിലായിരുന്നു. അവരുടെ ദേഹത്തേക്ക് തെറിക്കുന്നുണ്ട്. ഗോമതി അത് കാണുമ്പോൾ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുന്നുണ്ട്. ഗോമതി മാത്രമല്ല, നാത്തുമാരും അമ്മയും ധർമ്മനും ആകെ ഞെട്ടി നിൽക്കുന്ന ഒരു ഭാഗമാണ് സാന്ത്വനത്തിന്റെ ലാസ്റ്റ് ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.